കുറേ മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെ ഒരു പ്രമുഖ റെയിൽവേ സ്റ്റേഷനിൽ വിൽക്കുന്ന എണ്ണ പലഹാരങ്ങൾ പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന എണ്ണയിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കണ്ടെത്തിയതായി വാർത്ത വന്നത്. അച്ചടി മഷി പതിഞ്ഞ ന്യൂസ് പേപ്പറിൽ വരെ എണ്ണ പലഹാരങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്നു. ചൂടുള്ള ഭക്ഷണങ്ങൾ വരെ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ പൊതിഞ്ഞു കൊടുക്കുന്നു. 2025 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നപ്പോൾ സംസ്ഥാനമാകെ വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ സജീവമായി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആയിരക്കണക്കിന് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുക്കുകയും ചെയ്തു. നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതശൈലി രോഗങ്ങൾ പെരുകുന്നു. മെഡിക്കൽ ജേണലായ ലാൻസെറ്റ് വ്യക്തമാക്കുന്നത് 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ അമിതവണ്ണമുള്ളവരുടെ എണ്ണം 44.9 കോടിയിലെത്തുമെന്നാണ്. അമിതവണ്ണമുള്ളവരുടെ എണ്ണത്തിൽ രാജ്യം ലോകത്ത് തന്നെ 2ാം സ്ഥാനത്തെത്തുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നിരോധിത രാസവസ്തുക്കളുടെ സാന്നിധ്യവും ശുചിത്വമില്ലായ്മയുമെല്ലാം ഭീഷണികളായി തുടരുന്നു. നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അവയുടെ നടപ്പാക്കൽ കാര്യക്ഷമമാവുന്നുമില്ല.